സംസ്ഥാനത്തെ ITIകളിലെ ആർത്തവാവധി അനുവദിച്ചു. മാസത്തിൽ 2 ദിവസമാണ് അവധി അനുവദിച്ചത്. ട്രെയിനുകളുടെ ആവശ്യം പരിഗണിച്ചാണ് വിദ്യാഭ്യാസ മന്ത്രിയുടെ തീരുമാനം. ITIകളിൽ 2 ഷിഫ്റ്റുകളിലായി പഠന സമയം പരിഷ്കരിക്കാനും തീരുമാനമായി. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ നൽകും. ഗോപാൽ, സുപ്രധാനമായ നടപടിയും തീരുമാനവും വിശദാംശങ്ങൾ. സൈഫുദ്ദീൻ, സംസ്ഥാനത്ത് നേരത്തെ വിവിധ സർവകലാശാലകളിൽ ആർത്തവ അവധി നിശ്ചയിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. അതിൽ കേരള സർവകലാശാലയുണ്ട്, സാങ്കേതിക സർവകലാശാലയുണ്ട്. അങ്ങനെ വിവിധ സർവകലാശാലകളിലെ വിദ്യാർത്ഥികളുടെ ആവശ്യപ്രകാരമായിരുന്നു അത്. ആ ഒരു തീരുമാനം ഇപ്പോൾ സംസ്ഥാനത്തെ ITIകളിലും വിദ്യാഭ്യാസ വകുപ്പ് കൊണ്ടുവന്നിരിക്കുകയാണ്. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി, തൊഴിൽ മന്ത്രി കൂടിയാണ് അദ്ദേഹമാണ് ഈ സുപ്രധാനമായ തീരുമാനം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി അദ്ദേഹം സൂചിപ്പിക്കുന്നത് വനിതാ ട്രെയിനുകൾ ആയാസകരമായ വിവിധ നൈപുണ്യ വികസന ട്രേഡുകൾ പഠിക്കുന്നവരാണ്. അവരുടെ പരിശീലന കാലഘട്ടത്തിൽ അവർക്ക് അത്തരത്തിൽ ബുദ്ധിമുട്ടേറിയ പല പരിശീലനത്തിനും പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആ ആയാസവും അവരുടെ ആവശ്യങ്ങളും കൂടി പരിഗണിച്ചുകൊണ്ട് മാസത്തിൽ 2 ദിവസം ആർത്തവ അവധിയായി അനുവദിച്ചുകൊണ്ട് ഉത്തരവായിരിക്കുന്നു എന്നാണ് മന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ദീർഘനാളായി വിവിധ വിദ്യാർത്ഥി സംഘടനകൾ ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു ITIകളിലെ പഠന സമയം പരിഷ്കരിക്കണമെന്നും ശനിയാഴ്ചകൾ അവധിയായി നിശ്ചയിച്ച് നൽകണമെന്നും. SFIയും KSUവും അടക്കമുള്ള സംഘടനകൾ പ്രതിഷേധ മാർച്ചുകൾ നടത്തി, പഠിപ്പ് മുടക്ക് നടത്തി. ഇന്ന് IT ആസ്ഥാനത്തേക്ക് SFIയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് ഏറ്റവും അവസാനമായി ഉണ്ടായിരുന്നു. ഈ പശ്ചാത്തലത്തിൽ ഇന്ന് ആ കാര്യത്തിലും ഒരു തീരുമാനം ഉണ്ടായിരിക്കുകയാണ്. ITIയിൽ എല്ലാ ശനിയാഴ്ചകളും ഇനി മുതൽ അവധി ദിവസമായിരിക്കും. അതോടൊപ്പം തന്നെ പഠന സമയം 2 ഷിഫ്റ്റുകളായി ക്രമീകരിച്ചുകൊണ്ട് സർക്കാർ തീരുമാനമെടുത്തിരിക്കുകയാണ്. 2 ഷിഫ്റ്റുകൾ, ഒന്ന് രാവിലെ 7 മണി മുതൽ വൈകിട്ട് 3 മണി വരെയാണ്. രണ്ടാമത്തെ ഷിഫ്റ്റ് രാവിലെ 10 മണി മുതൽ 5:30 വരെയും. ഈ 2 ഷിഫ്റ്റുകളിലും വിദ്യാർത്ഥികളുടെ സൗകര്യം അനുസരിച്ചും അധ്യാപകരുടെ ടൈം ടേബിൾ അനുസരിച്ചും വിദ്യാർത്ഥികൾക്ക് എത്താവുന്നതാണ്. ശനിയാഴ്ച അവധി ദിവസമായി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഷോപ്പ് ഫ്ലോർ ട്രെയിനിങ്, ഹ്രസ്വകാല പരിശീലന പരിപാടികൾ പോലെ വിദ്യാർത്ഥികൾ സ്വമേധയാ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സുകൾക്ക് വേണ്ടി ശനിയാഴ്ച പ്രവൃത്തി ദിനങ്ങളായി തിരഞ്ഞെടുക്കാമെന്നും അദ്ദേഹത്തിന്റെ അറിയിപ്പിൽ പറയുന്നുണ്ട്.